ഹലോ, ഞങ്ങളെല്ലാവരും കൂടി എവിടെ പോകുന്നതെന്നല്ലേ? ഞങ്ങളുടെ ജീവിതത്തിൽ സ്പെഷ്യലായിട്ടുള്ളൊരു പേഴ്സണെ വിളിക്കാൻ നമുക്ക് ട്രിവാൻഡ്രം വരെ പോവാം. നമ്മൾ പോകുന്ന വഴിയിൽ വക്കല ബീച്ചിലും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞൂസിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ വകയെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നെന്ന് വെച്ചാൽ ബീച്ചിൽ വന്നേക്കുവാണ്. ഈ ഇറങ്ങുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പ് നല്ല പാടാണ് ഇറങ്ങാൻ. ഞാൻ ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴത്തേക്ക് വീഴുവോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവരുടെ ഈ കളിയും തുടങ്ങി. പിന്നെ നേരെ നമ്മൾ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് എയർപോർട്ടിലേക്കാണ്, ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക്. അവിടെ നൈറ്റ് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ. പക്ഷേ ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാനാണ് കുറച്ചുകൂടി എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത്. വീഡിയോയിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്ര ഭംഗി എടുത്തറിയുന്നില്ല. പിന്നെ ഞങ്ങളവിടെ വന്ന് കട്ട വെയിറ്റിംഗ് ആയിരുന്നു, ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ അന്വേഷിച്ച് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആരെയാണെന്നല്ലേ, ആ സ്പെഷ്യൽ പേഴ്സൺ മറ്റാരുമല്ല, ഞങ്ങളുടെ അമ്മ ആയിരുന്നു. ഫൈനലി കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം അമ്മ എത്തിയിട്ടുണ്ട്. വരുന്ന വഴിയിൽ തന്നെ നേരെ അന്യൂസിനെ കണ്ട് അന്യൂസിനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ മുന്നോട്ട് വന്നത്. ഞാൻ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വരില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ കണ്ടതിനുള്ളൊരു സർപ്രൈസ് ആ മുഖത്ത് കാണുന്നത്. പിന്നെ കുറച്ച് ഹഗ്ഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രഹസനങ്ങൾ ഞങ്ങൾ. പിന്നെ എൻ്റെ ഇത്ത വന്നു, ഇത്തായെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയായി. അപ്പോൾ ശരി, ബായ്.